ലോകത്ത് നിന്നൈത്തിക്ക അള്ളാഹു സുബ്ഹാനഹു വതആല നഫ്സിനെ ഉണ്ടാക്കിരേ. അപ്പൊ അത് കഴിത്ത് ഞങ്ങൾ എന്താക്കണം, ആകാശ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടേ ആ നഫ്സുക്ക് ಅದಕ್ಕೆ ಬೇನ್ಮಾಯ ಫುಡ್ ಎವ್ಡ್ರೆ ಬರ್ನು ಆಕಾಶ ಲೋಕത്ത് ನಿಂತು ಬರ್ನು. ആകാശ ലോകത്തെ ഫുഡ് എന്തേ ഖുർആനും ഹദീസ് എത്തിക്കുന്നത്. ഞങ്ങളെ റൂഹ് ഞങ്ങളെ നഫ്സുക്ക് ഞങ്ങൾ കൊടുക്കണായ ഫുഡു അത് ആകാശ ലോകത്ത് നിಂತು ಬಂದದಾಯ ഖുർആനും ഹദീസರ അടിസ്ഥാനത്തിലുള്ള ഫുഡ് എത്തിക്കണു. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്ത് നിಂತು ഞങ്ങൾക്ക് പഠിപ്പാട്ടിയതായ കൊറിയ കാര്യ അത് ഞങ്ങളെ ജീവിതത്തിൽ ഖുർആൻ ഓതുറോടെ ഖുർആനും അടിக்கிறോടെ അല്ലാഹു സുബ്ഹാനഹു തആല ദിക്റാക്കറോടെ എത്രത്തോളം ഞങ്ങൾ അല്ലാഹുവിന്റെ ദിക്റും ഖുർആനും അതേപോലെ നിസ്കാരം ഇങ്ങനെയുള്ള ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടിക്രം അത്രത്തോളം ഞങ്ങളെ റൂഹുക ഞങ്ങളുടെ നഫ്സുക ഫുഡ് കൊടുത്തോണ്ടിരിക്കേണ്ടിരിക്കുക. ಅದರ ಅರ್ಥ അപ്പൊ ഞങ്ങളെ റൂഹുക ഞങ്ങൾ ഫുഡ് കൊടുക്കണായത് ആകാശ ലോകത്ത് നിಂತು പണ്ട് ആ ഒരു മെസ്സേജ് ആയിട്ടിക്കർ. ഞങ്ങളെ തടിക ഞങ്ങൾ കൊടുക്കണായി ഫുഡ് ഏത് ദുനിയാവിൽ ഉണ്ടാവുന്ന ഫുഡ് ആയിട്ടിക്കർ അല്ലെ. ദുനിയാവിലു ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതായി ഫ്രൂട്ട്സും വെജിറ്റേബിളും ഇത് ഞങ്ങൾ തിന്നുമ്പോ അത് ഞങ്ങളെ തടി ആയിട്ടിക്കര്. അതിലെന്താ അവിടെ പൗഷ്ടികമായിട്ടുള്ള ആഹാരം എടുത്തിട്ട് ഹെൽത്തി ആവിടെ ഞങ്ങളെ തടി അത് ഹെൽത്തി ആവും. ആയെങ്കിൽ ഞങ്ങളെ നഫ്സ് ഹെൽത്തി ആവുന്നുണ്ടായെങ്കിൽ ആകാശ ലോകത്ത് നിಂತು ಬಂದದಾയ ഫുഡ് എത്തിക്കണം ഞങ്ങൾ കൊടുക്കണായി. മാത്ര ഞങ്ങൾ എന്താക്കിയുള്ള ഞങ്ങ ഇതില് യാറ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കണായത് ഏ ഫുഡ് ആകാശ ലോകത്ത് നിಂತು ಬಂದ ഞങ്ങളെ നഫ്സിലെ ഫുഡ് കഴിക്കണം ഞങ്ങൾ യാറെ പ്രാധാന്യം കൊടുക്കണായി. ഞങ്ങൾ കൊടുത്തില്ല ഏത് പ്രാധാന്യ ദുനിയാവുതായ ഫുഡും ഞങ്ങളെ തടിരെ പൗഷ്ടികമായിട്ടുള്ള ഹെൽത്തി ആക്കുള്ള എന്തുള്ള കാര്യമുണ്ട അത് മാത്രം ആൽച്ചനാക്കിട്ട് തടിരെ മാത്രം ആൽച്ചനാക്കിട്ട് തടിരെ ഫിട്ടാക്കുകയും തടിരെ നല്ലാക്കുകയും ഇട്ടിക്കറ് യാറത്തെ ആൾമാർ പ്രാധാന്യം കൊടുത്തോല്ലേ. അവന്റെ തടിരെ ഉൽഗത്തിലുള്ള നഫ്സരെ അതിരെ പ്രാധാന്യം കൊടുക്കാണ്ടെ ಅದಕ್ಕೆ ಬೇನ್ಮಾಯ ഫുഡ് കൊടുക്കാണ്ടെ അതിരെ അങ്ങനെ ബുട്ടുബുടുற ഒരു അവസ്ഥ ഇട്ടിക്കറ് ഞങ്ങളുടെ കൂട്ടത്തിൽ യാറത്തെ ആൾമാർ കാണ്ടി അതൊക്കെ മാവ് തീര ഞങ്ങൾ യാറ് പ്രാധാന്യം കൊടുക്കണായി ഞങ്ങളെ നഫ്സുകുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കണം. ഞങ്ങളെ നഫ്സുകുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കുമ്പോ ഇട്ടിക്കറ് ഞങ്ങളെ നഫ്സ് എന്താ അവിടെ നല്ല പവർ ഉള്ളതാവിടെ അത് നല്ല ഹെൽത്തി ആവു. ആകാശ ലോകത്ത് നിಂತು ಬಂದ ഫുഡ് ഞങ്ങൾ ആ നഫ്സുക്ക് കൊടുക്കുമ്പോത്തുകു ഈ റൂഹ് എന്താവു ആകാശ ലോകത്തിലേ നിക്കർ ഞങ്ങളെ തടിക്ക് പത്തി പിടിക്കില്ല. അതേറ്റിക്ക് ഉലമാക്കന്മാർ ചൊല്ല ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അതെല്ലാം വിശദീകരിക്കരുത് ഞങ്ങൾക്ക് കാണും. ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ തടിരെ നല്ലാക്കുകയും തടിക യാറ പ്രാധാന്യം കൊടുക്കുമ്പോത്തുകു യാറ ഈ തടിരെ ഫുഡ് ആയിട്ട് ഞങ്ങൾ യാറ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോത്തുകു ഈ റൂഹ് എന്താവു ഈ നഫ്സ് എന്താവു തടിക്ക് പത്തി പിടിക്കരുത് തടിക്ക് അതിങ്ങനെ ബലിച്ചു പിടിക്കരുത്. അങ്ങനെ എത്തിക്കറ് കാഫിർമാരെ മുനാഫിക്കുമാരെ റൂഹ് പിടിക്കുന്ന ടൈമിൽ മലക്കുൽ മൗത്ത് വരുമ്പോത്തുകു അങ്ങനെ റൂഹ് ബറു കേക്കില്ല. അങ്ങനെ റൂഹ് ആ തടിക്ക് പത്തി പിടിച്ച ഒരു അവസ്ഥയിലേറ്റിക്കറിക്കറേ അങ്ങനെ പത്തി പിടിച്ച അവസ്ഥയിൽ അങ്ങനെ ആ റൂഹ് പിടിച്ചു ബലിക്കുമ്പോ പറഞ്ഞു പറഞ്ഞു പണ്ട്. അപ്പൊ ഇന്റെ കാരണം അവന്റെ തടി കയറ്റിക്കറ അവൻ പ്രാധാന്യം കൊടുത്തേ അവന്റെ റൂഹുക്ക് അവൻ പ്രാധാന്യം കൊടുത്തില്ല. അവന്റെ റൂഹുക്ക് അവന്റെ നഫ്സുക്ക് കൊടുക്കണ ഈ ഫുഡ് അവൻ കൊടുത്തില്ല. അങ്ങനെ ആ റൂഹ് അവന്റെ തടിക്ക് പത്തി പിടിച്ചിട്ട് അത് ബറുകു കേൾക്കാത്ത ഒരവസ്ഥയായിട്ട് തീർന്നു. ആയെങ്ക ഒരാള് റൂഹുക്ക് ഒരാള് നഫ്സുക്ക് യാറ പ്രാധാന്യം കൊടുത്തിട്ടു ആ നഫ്സുക്ക് ബേന്മായ ഫുഡ് കൊടുക്കുറെങ്കിൽ അതായത് ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദിക്റും ദുആവും അതേപോലെ ബാക്കിയുള്ള നിസ്കാരം നോമ്പ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്ത് നിಂತು കടത്തിയതായ ഫുഡ് ഞങ്ങൾ നഫ്സുക്ക് കൊടുക്കുമ്പോ ആ നഫ്സ് ആകാശ ലോകത്ത് ബന്ധിതമായിട്ടിക്കറ്. അങ്ങനെ റൂഹ് എടുക്കുമ്പോ മുഅ്മിനായ ആൾമാരെ റൂഹ് പിടിക്കുമ്പോ അത് ബാരി സുലാഭത്തിൽ ബണ്ടുണ്ടായിത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്. അപ്പൊ ഇതുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ കാണുന്നായ ഒരു വിഷയത്തിക്കറ് ഞങ്ങളുടെ കൂട്ടത്തില് ചമ്മത്ത ആൾമാർ ഈ ഒരു വിഷയ അറിയാണ്ടെ യാറെ ദുനിയാവുടെ പ്രാധാന്യത്തില് ദുനിയാവുടെ വിഷയത്തിക്ക് മുങ്ങിട്ടുള്ള ഒരു അവസ്ഥ കയറ്റിക്കറ് പോയോണ്ടുള്ളി.